നമ്മൾ വന്നിട്ടുള്ള അരീക്കാട് ചോല എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ഒരു ചോലയാണ്. പക്ഷെ നമ്മളിതുവരെ അറിഞ്ഞില്ല, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്, നല്ല കുളിക്കാനും പറ്റിയ സുഖമുള്ള ഒരു ചോലയാണ്. ആളുകളൊക്കെ ഇഷ്ടമായി വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. രാവിലെ നമ്മളിവിടെ വന്നു പോയതാണ്. രാവിലെ വന്നു പോയപ്പോൾ നല്ലപോലെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഫാമിലി ഉള്ളത് കാരണം നമ്മൾ തിരിച്ചു പോയി. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. ആ വന്ന സമയത്താണ് വൈകുന്നേരം ഏകദേശം എത്ര മണി, 6 മണിയില്ലേ? ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് വൈകുന്നേരം. പിന്നെ ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്, ചാലായിട്ട്. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ 5:30 കളിയാണ്. ഇവിടെ നമുക്ക് ബാക്കിൽ കുളം കാണാം. അപ്പോൾ ഇനി നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന മറ്റു കുളങ്ങളും മറ്റു ചാലുകളായിട്ട് നമ്മൾ വരുന്നതായിട്ട് നമ്മൾ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെ സ്വന്തം റിസ്കിൽ വന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഈ മൺസൂൺ സമയം ആസ്വദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ. മഴക്കാലം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ലക്ഷ്യങ്ങളൊന്നും. മറ്റു ഏതെങ്കിലും ആളുകൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇതുപോലെ സാഹസ്യം കാണിക്കരുത്, അത് നമ്മൾ ഉത്തരവാദിയില്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നു. വെള്ളവുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ള ആളുകൾ മാത്രമേ അതിലിറങ്ങാവൂ. അല്ലാത്തവർ ഇറങ്ങിയാൽ അപകടം സംഭവിക്കും എന്ന കാര്യം എല്ലാവരും ഓർക്കുക. അപ്പോൾ നമ്മൾ പുറകിൽ കാണുന്ന ഇതാണ് നമ്മുടെ ആ ചോല. അരീക്കാട് ആണ് സ്ഥലം. അരീക്കാട് സെൻറ്ററിൽ തന്നെയാണ്. നമ്മളങ്ങോട്ട് ടിലാക്കൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുന്ന വഴി തന്നെയാണ്. ചെമ്പ്രപ്പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് റോഡ് കിട്ടും. അപ്പോൾ നമ്മൾ തൊട്ടടുത്തേ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കാൻ വരുന്നത്. ഏകദേശം വലിയൊരു ചോലയാണ്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും വലിയവരും മുതിർന്നവരും ചെറിയവരെല്ലാവരും കുളിക്കുന്നുണ്ട്. ഈ മഴക്കാലമാകുമ്പോൾ നല്ലപോലെ വെള്ളം ഇതിനകത്ത് നിറഞ്ഞു വരുന്നുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല ശുദ്ധജലം ഒഴുകുന്നുണ്ട്. ഈ വെള്ളം അതുപോലെ തന്നെ ഒഴുകി വരുന്ന ജനങ്ങളൊക്കെ ഇതിലേക്കാണ് വരുന്നത്. അത് കാരണം കുളം നിറയും. ഇത് തൊട്ടടുത്തുള്ള ഒരു പകരക്കുളമാണ്. പകരക്കുളത്ത് കുട്ടികൾ കുളിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം നമ്മൾ അതുവഴി വരുമ്പോൾ എടുത്തതാണ്. ഈ പ്രാവശ്യം വർഷം നമുക്ക് നേരത്തെ കിട്ടി, നല്ലപോലെ മഴയും കിട്ടി. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിമിർത്തി ആടലാണ്. അതുപോലെ തന്നെ കുളങ്ങളും കിണറുകളും ജലാശയങ്ങളും എല്ലാ സ്ഥലങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അപകടം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൽ പരിചയമുള്ള ആളുകൾ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ. അല്ലാത്തവർ വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. ജീവൻ വിലപ്പെട്ടതാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു കുളത്തുമായിട്ട് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക.